ഹായ് ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഡിഗ്രി 3rd സെമസ്റ്ററിലെ പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ടെക്നിക്സ് ഇൻ നറേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൽ പറയുന്നത് നറേറ്റീവ് ടെക്നിക്സിനെ കുറിച്ചാണ്. വായനക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും ഒരു കഥ വികസിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന രീതികളുമാണ് ഈ ഒരു വിവരണ സാങ്കേതിക വിദ്യകൾ എന്നെന്താക്കുന്നത് പറയുന്നത്. ആഖ്യാന അതല്ലെങ്കിൽ വിവരണ ഫിക്ഷനിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ ഞാൻ എന്താക്കി തരാം, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ഫോർവേഡ്, അതുപോലെ തന്നെ ഫോർ ഷാഡോയിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, ഇതിൽ ഉപയോഗിക്കുന്ന ചിലതാണ്. അങ്ങനെ സസ്പെൻസ്, അതുപോലെ തന്നെ റെഡ് ഹെറിങ്സ്, ക്ലിഫ് ഹാങ്ങേഴ്സ് എന്നിവ പോലെയുള്ള സാങ്കേതിക വിദ്യകളും ഇതിൽ ഉണ്ട്. അവയെല്ലാം വായനക്കാരിൽ ആകാംക്ഷ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ വിവരണത്തിന് ഊർജം പകരാനും വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി പറയുന്നത് ഫ്ലാഷ് ബാക്കിനെ കുറിച്ചാണ്. ഒരു ഫ്ലാഷ് ബാക്ക് എന്നത് ഒരു വിവരണ ഉപാധിയാണ്. അതിൽ രചയിതാവ് വായനക്കാരനെ ഇന്നത്തെ പ്ലോട്ടിൽ നിന്ന് പുറത്തെടുക്കുകയും ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ മുൻ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നോവലുകളിൽ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഒരു രംഗമാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ കാണാറുണ്ട്, നമുക്കറിയാം. ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളിലേക്ക് വായനക്കാരനെ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന വിവരണ കാലക്രമത്തെ ഈ ഒരു ഫ്ലാഷ് ബാക്കുകൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. കഥയുടെ ഇന്നത്തെ ഘടകങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തുന്നതിനോ വായനക്കാരനെ സഹായിക്കുന്നതിന് ഒരു എഴുത്തുകാരൻ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് പല പടങ്ങളിലും നമ്മൾ എന്താക്കാറുണ്ട്, കാണാറുണ്ട്. ഇനി പറയുന്നത് ഫ്ലാഷ് ഫോർവേഡിനെ കുറിച്ചാണ്. കാലക്രമേണയുള്ള ഒരു കഥയിൽ നിന്ന് വായനക്കാരനെ പുറത്തെടുക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഫ്ലാഷ് ഫോർവേഡ് കഥയുടെ ടൈം ലൈനിൻ്റെ ഇന്നത്തെ കാലത്തെ കഥാപാത്രങ്ങളെ സ്വാധീനിക്കുന്ന ഭൂതകാലത്തിലോ അതല്ലെങ്കിൽ ഭാവിയിലോ സംഭവിച്ച സംഭവങ്ങൾ എന്താക്കും, കാണിക്കും. ഇനി പറയുന്നത് ഫോർ ഷാഡോയിങ്ങിനെ കുറിച്ചാണ്. പ്രാരംഭ വിവരങ്ങൾ കൈമാറിയ ശേഷം സംഭാഷണത്തിൽ പിന്നീട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സ്പീക്കർ പരാമർശിച്ചേക്കാവുന്ന ഒരു സംഭാഷണ രൂപമാണ് ഈ ഒരു ഫോർ ഷാഡോവിങ് എന്ന് പറയുന്ന സംഭാഷണ രൂപം. വരാൻ പോകുന്ന കഥയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വായനക്കാരന് നൽകാനാണ് എഴുത്തുകാരൻ പ്രധാനമായിട്ടും ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. അവർക്ക് കൃത്യമായി അറിയാത്ത ശ്രദ്ധേയമായ എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന സൂചനയുള്ളതിനാൽ മുൻനിയൽ വായനക്കാരിൽ അഥവാ ഫോർ ഷാഡോവിങ് വായനക്കാരിൽ ആവേശവും സസ്പെൻസും എന്താക്കുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. ഇനി പറയുന്നത് റെഡ് ഹെറിങ്ങിനെ കുറിച്ചാണ്. ഈ ഒരു റെഡ് ഹെറിങ് സാധാരണയായി കുറ്റകൃത്യങ്ങളിലും നിഗൂഢ രചനകളിലും ആണ് എന്താക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഇവിടെ എഴുത്തുകാർ വായനക്കാരൻ്റെ ശ്രദ്ധ മറ്റൊരു കഥാപാത്രത്തിലേക്കോ അതല്ലെങ്കിൽ കഥയുടെ ഘടകത്തിലേക്കോ വഴിതിരിച്ചു വിടുകയും അവരെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് എന്താക്കാറുള്ളത്, റെഡ് ഹെറിങ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പിഫാനിയെക്കുറിച്ചാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പെട്ടെന്നുള്ള തിരിച്ചറിവ് എപ്പിഫാനി എന്നറിയപ്പെടുന്നുണ്ട്. ഇതിന് നാടകീയമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കാം, ഒരു ശക്തമായ സ്വാധീനം. ഇത് സാധാരണയായിട്ട് ഒരു കഥാപാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഒരു പരിഹാരമോ വ്യത്യസ്തമായ വീക്ഷണമോ എന്താക്കുന്നുണ്ട്, ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് സസ്പെൻസിനെ കുറിച്ചാണ്. ഒരു കഥയിൽ ഒരു സീൻ അധ്യായത്തിനിടയിലോ അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മുഴുവനത്തിലോ എന്തു സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്തപ്പോൾ വായനക്കാർക്ക് അനുഭവപ്പെടുന്ന ടെൻഷനാണ് സസ്പെൻസ്. വായനക്കാരുടെ ജിജ്ഞാസ ഉണർത്തുന്ന എന്തിനെ ചുറ്റിപ്പറ്റിയും സസ്പെൻസ് സൃഷ്ടിക്കാൻ കഴിയും. ഇത് ഒരു ത്രികോണ പ്രണയമാണോ അതോ അഴിഞ്ഞാടുന്ന കൊലയാളിയാണോ എന്നുള്ള രീതിയിലൊക്കെ സസ്പെൻസ് എന്താക്കാറുണ്ട്, വരാറുണ്ട്. ഇനി പറയപ്പെടുന്നത് ഹൈപ്പർബോളിനെ കുറിച്ചാണ്. ഒരു പോയിന്റ് ഊന്നി പറയുന്നതിനോ നർമ്മം പ്രകടിപ്പിക്കുന്നതിനോ അതിശയോക്തിയുടെ ഉപയോഗം ഹൈപ്പർബോൾ എന്ന് എന്താക്കുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. എഴുത്തുകാരൻ പറയുന്നതെന്തും അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവാറുണ്ട് പലപ്പോഴും. സംഭാഷണത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് എന്താക്കിയിട്ടുണ്ട്, ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് ക്ലിഫ് ഹാങ്ങറിനെ കുറിച്ചാണ്. ക്ലിഫ് ഹാങ്ങറുകൾ എന്നത് പെട്ടെന്ന് അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രധാന പ്ലോട്ട് ട്വിസ്റ്റുള്ളതും ഉത്തരം ലഭിക്കാത്തതുമായ കഥകളോ പ്ലോട്ട് ലൈനുകളോ ആണ്. ഇത് സസ്പെൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വായനക്കാരനോ കാഴ്ചക്കാരനോ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇത് അവശേഷിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കും,
നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ കഥ. നമ്മളിങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇരുന്നു പോകും. ഒരു മലഞ്ചെരിവിൽ തൂങ്ങിക്കിടക്കുക എന്ന ആശയത്തിൽ നിന്നാണ് ഈ ഒരു വാചകം ഉണ്ടായത്. എന്ത് സംഭവിച്ചാലും അത് കഥാപാത്രത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കും. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.